ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അയോധ്യയിൽ. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിലും റാലികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സഹായത്തോടെ കാങ്കസന്തുറൈ തുറമുഖം നവീകരിക്കാനുള്ള പദ്ധതിക്ക് ശ്രീലങ്കൻ മന്ത്രിസഭ അംഗീകാരം നൽകി. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചരിത്രപരമായ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. സഞ്ജു സാംസൺ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അയോധ്യ സന്ദർശിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ അയോധ്യയിലെത്തുന്ന രാഷ്ട്രപതി ശ്രീരാമക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ പങ്കെടുക്കും. ഹനുമാൻഗഡി സന്ദർശിക്കുന്ന ശ്രീമതി ദ്രൌപദി മുർമു വൈകുന്നേരം സരയൂ പൂജയിൽ സംബന്ധിക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാഷ്ട്രപതി നടത്തുന്ന ആദ്യ രാമജന്മഭൂമി സന്ദർശനമാണ് ഇത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് നിയന്ത്രണമുണ്ടാകില്ല. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിൽ മെയ് 7-നാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിലെ 26, ഗോവയിലെ 2, കർണാടകയിലെ അവശേഷിക്കുന്ന 14, മഹാരാഷ്ട്രയിലെ 11, UPയിലെ 10 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഒരു റിപ്പോർട്ട്. മഹാരാഷ്ട്രയിലെ ലാത്തൂർ, മാഢ, ഒസ്മാനാബാദ് എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികളെ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടിയിലധികം ജനങ്ങളെ NDA സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതായി അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഭീൻഡിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വനിതകൾക്കും യുവാക്കൾക്കും സാമ്പത്തിക സഹായം നൽകുമെന്നും കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ബംഗാളിലെ അസൻസോളിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി മാൾഡ ഉത്തർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. അതിനിടെ ഉത്തർപ്രദേശിൽ ഫാറൂഖാബാദ് ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദിനും മരുമകൾ മരിയ ആലമിനുമെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി ഗുജറാത്തിൽ 6 തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ഇന്ന് ഉത്തര ഗുജറാത്തിലെ ബനസ്കാന്ത ജില്ലയിലെ വാവിലും സബർകാന്ത ജില്ലയിലെ ഹിമ്മത്ത് നഗറിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. നാളെ ആനന്ദ്, സുരേന്ദ്രനഗർ, ജുനഗഡ്, ജാംനഗർ നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന റാലികളിലും അദ്ദേഹം പങ്കെടുക്കും. ഈ മാസം 7-ന് 3-ാം ഘട്ടത്തിലാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അസമിൽ 3-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് ധൂബ്രി ലോക്സഭാ മണ്ഡലത്തിൽ റാലിയെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ, അസം ഗണപരിഷത്ത് അധ്യക്ഷൻ അതുൽ ബോറ തുടങ്ങിയവർ NDA സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും. കർണാടകയിൽ മെയ് 7-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹാസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് രാഷ്ട്രീയ വിവാദത്തിലേക്ക്. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രജ്വൽ രേവണ്ണ ഹാസനിൽ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. ലൈംഗിക അതിക്രമ വീഡിയോകൾ വൈറലായതോടെ പ്രജ്വൽ രേവണ്ണയെ JDS സസ്പെൻഡ് ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നടനും രാഷ്ട്രീയ നേതാവുമായ രാജ് ബബ്ബാറിനെയും ഹിമാചൽ പ്രദേശിലെ കാൻഗ്രയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയെയും മത്സരിപ്പിക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുംബൈ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടക്കുകിഴക്കൻ മുംബൈയിലെ വക്രേലിയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി സഞ്ജയ് ദിന പാട്ടീലും മുംബൈ നോർത്ത് സെൻട്രലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വർഷ ഗെയ്ക്വാഡും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി മെയ് 25-ലേക്ക് മാറ്റി. 7-ന് നടത്താനിരുന്ന വോട്ടെടുപ്പാണ് മാറ്റിയത്. ജമ്മുകശ്മീരിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച പ്രചാരണത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യൻ സഹായത്തോടെ കാങ്കസന്തുറൈ തുറമുഖ നവീകരണം നടപ്പാക്കാനുള്ള പദ്ധതിക്ക് ശ്രീലങ്കൻ മന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതിയുടെ മുഴുവൻ ചെലവും വഹിക്കാമെന്ന് ഇന്ത്യൻ സർക്കാർ അറിയിച്ചതോടെയാണ് ഇത്. ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലുള്ള തുറമുഖം പോണ്ടിച്ചേരിയിലെ കാരക്കൽ തുറമുഖത്തിൽ നിന്ന് 104 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് ശ്രീലങ്കയിലെ കാങ്കസന്തുറൈ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ കപ്പൽ സർവീസ് ആരംഭിച്ചിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ നമ്പർ 3 വാർഫെയർ ആൻഡ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. രാജ്യത്തിന്റെ ശക്തി, വിശകലന ശേഷി എന്നിവ വ്യക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പരിപാടി. ഇന്ത്യൻ വ്യോമസേനയിലെ 14 ഉദ്യോഗസ്ഥരും നാവികസേനയിലെയും കരസേനയിലെയും ഓരോ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സംബന്ധിച്ചു. ഛത്തീസ്ഗഡിൽ ബസ്തർ ഡിവിഷനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 വനിതകൾ ഉൾപ്പെടെ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നാരായൺപൂർ ജില്ലയിലെ അബുജ്മത് വനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങളും ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. കേരളത്തിൽ ഉഷ്ണതരംഗ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ അടുത്ത മാസം 2 വരെ ഉഷ്ണതരംഗ സാധ്യത ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുനലൂർ, കക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവിനും ഒരു വിദ്യാർത്ഥിക്കും സൂര്യാതപം ഏറ്റിരുന്നു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നും തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത മാസം 4 വരെ പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾക്ക് അർഹമായ അംഗീകാരം നൽകാനുമാണ് എല്ലാ വർഷവും മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആചരിക്കുന്നത്. 1886 മെയ് 1 8 മണിക്കൂർ ജോലി എന്ന ആവശ്യമുന്നയിച്ച് തൊഴിലാളികൾ തെരുവുകളിൽ ഇറങ്ങുകയും തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. 1889 നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ജീവനക്കാർ 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യേണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കുകയും ഇത് പല രാജ്യങ്ങളും നടപ്പാക്കുകയുമായിരുന്നു. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ എന്നിവർ മെയ് ദിനാശംസകൾ നേർന്നു. തൃശൂരിൽ തിരിച്ചടയ്ക്കാൻ ബാങ്കിലെത്തിച്ച CPMന്റെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടി. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച പണം തിരിച്ചടയ്ക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. ബാങ്ക് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ബാങ്കിലെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഡ്രൈവറെ പിരിച്ചുവിടണമെന്ന് LDF പ്രമേയം കൊണ്ടുവന്നു. മേയറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് BJPയും കോൺഗ്രസും യോഗം ബഹിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുത്തു. ലക്നൌവിനു വേണ്ടി മാർക്കസ് സ്റ്റോയ്നിസ് 45 പന്തിൽ 62 റൺസ് നേടി. ഇന്ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. അതേസമയം 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അയോധ്യയിൽ. 3ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിലും റാലികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സഹായത്തോടെ കാങ്കസന്തുറൈ തുറമുഖം നവീകരിക്കാനുള്ള പദ്ധതിക്ക് ശ്രീലങ്കൻ മന്ത്രിസഭ അംഗീകാരം നൽകി. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചരിത്രപരമായ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. സഞ്ജു സാംസൺ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.